ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. തേക്കടിയിലേക്കാണ് ഇത്തവണ ഞങ്ങൾ വെക്കേഷന് പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ രാവിലെ തന്നെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു, ഇപ്പോൾ കേരളത്തിലെ ഏത് സ്ഥലത്ത് പോയാലും ഇത്തവണ നല്ല ചൂടാണ്. എന്തിനാ പറയുന്നത്, ഊട്ടിയാണെങ്കിൽ പോലും ഇപ്പോൾ മൂന്നാറാണെങ്കിലും ഒക്കെ നല്ല ചൂട് സമയമാണല്ലോ. അങ്ങനെ ഞങ്ങൾ തേക്കടിയിലെന്ന് പറയുന്നത് ഇതുവരെ പോകാത്തത് കൊണ്ടും അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചത്. അവിടെയും വലിയ അങ്ങനെ തണുപ്പ് ഒരു ക്ലൈമറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ചൂടായിരിക്കുമല്ലോ എന്തായാലും. അങ്ങനെ പിന്നെ ഓൾമോസ്റ്റ് ഒരു 2 days ട്രിപ്പെന്ന് പറയാം. നമ്മളിപ്പോൾ രാവിലെയാണ് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഏകദേശം അന്ന് ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തേക്കടി എത്തിയത്. ഞങ്ങൾ 3 പേരും മാത്രമേ ഉള്ളൂ, ഞാനും മോളും ഹസ്ബൻഡും. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇത്തവണ ട്രിപ്പ് പോകാനായിട്ട്. ഞങ്ങൾ ആക്ച്വലി സ്റ്റേ ചെയ്യുന്ന ഒരു റിസോർട്ടിലായിരുന്നു കേട്ടോ. ഇതാണ് റിസോർട്ട്, ഗ്രീൻ വുഡ്സ് റിസോർട്ട് തേക്കടി. അത് അടിപൊളി ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. നല്ല ഒരു പഴയ ഒരു തറവാട് ടച്ചൊക്കെ ഉള്ളൊരു റിസോർട്ടായിരുന്നു. അവിടെ ചെല്ലുമ്പം തന്നെ നമ്മളെ അവർ ചന്ദനക്കുറിയൊക്കെ ഇട്ട് മറ്റേ ഏലക്ക വെച്ചിട്ടുള്ള മാലയൊക്കെ ഇട്ടാണ് സ്വീകരിക്കുന്നത്. അതിനുശേഷം അവർ നമുക്കൊരു ടീ തന്നു കേട്ടോ. അതിൽ നല്ല സ്പൈസസ് ഒക്കെ ഇട്ട് ഏലക്ക, മറ്റേ പട്ട, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നല്ലൊരു റിഫ്രഷിങ് ആയിരുന്നു ആ ടീ. നമ്മൾ ഇത്രയും ഒരു ലോങ് ട്രാവലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ ഒരു ടീ കിട്ടുമ്പോൾ നല്ലൊരു സുഖമായിരുന്നു. വീട്ടിലൊക്കെ ചെന്നൊരു കാപ്പി കുടിച്ചൊക്കെ ഇരിക്കുന്നൊരു ഫീലാണ് തോന്നിയത് അന്നേരം. ഇതാണ് കേട്ടോ നമുക്ക് തന്നിരുന്ന റൂം. നല്ല റൂമായിരുന്നു, നല്ല ആവശ്യത്തിന് സ്പേഷ്യസ് ആയിരുന്നു, നല്ല ക്ലീൻ നീറ്റായിട്ടുള്ളൊരു റൂമായിരുന്നു. മോള് നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് കറങ്ങാൻ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഏതുറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് അവൾ വലിയ ഹാപ്പിയായിരുന്നു. പിന്നെ ഈ റിസോർട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. നമ്മൾ ആക്ച്വലി ഇതൊരു കുമളി സെൻറ്ററിലാണ് വരുന്നെന്നുണ്ടെങ്കിലും ഇത് അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരു ചെറിയൊരു കാട് സെറ്റപ്പാണ്, ഒരുപാട് മരങ്ങളും ഒക്കെ ആയിട്ട്. അതും ഈ റിസോർട്ടിൽ നിൽക്കുന്ന ഒരുപാട് ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് അടിപൊളിയായി കുട്ടികളും ഒക്കെ ആയിട്ട് ചെല്ലുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും അവർക്ക് ബോറടിക്കത്തേ ഇല്ല. ഓടി നടക്കാനും നമുക്കാണെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്, ഒരുപാട് പേർക്ക് ഒരേ സമയം ഇരിക്കാൻ പറ്റുന്ന, അതും നല്ല ഒരു നാലുകെട്ട് പോലെയാണ് അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നല്ല ഓപ്പണായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വെറുതെ ചെന്നിരിക്കാനും നല്ല നല്ല രസമായിരുന്നു. പിന്നെ ഇതാ അവിടുത്തെ പൂളായിരുന്നു കേട്ടോ. എൻ്റെ മോളെ സത്യത്തിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഈ പൂളിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. വന്ന സമയം തൊട്ടേ അവൾ പറയുന്നുണ്ട് നമുക്ക് പൂളിൽ പോകാം, പൂളിൽ പോയി കളിക്കാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ അച്ഛനെയും വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര കളിയായിരുന്നു, രണ്ടുപേരും കൂടെ പൂളിൽ കുറേ നേരം കിടന്നു കളിച്ചു. പിന്നെ ഇവിടെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പക്ഷേ അതൊന്നും ചെയ്തില്ല, കുറേ ആളുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പം മോളുമായിട്ടൊക്കെ ആകുമ്പോൾ അവളൊട്ടും സമ്മതിക്കത്തുമില്ല. അങ്ങനെ പിന്നെ എനിക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട് ഇതുപോലത്തെ അഡ്വഞ്ചർ സാധനങ്ങളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ കയറിയില്ല. മോള് കുറേ ഇതിലൊക്കെ ജമ്പ് ചെയ്യുന്നതിനകത്തൊക്കെ കയറി കളിച്ചു. അങ്ങനെ പിന്നെ ഇരിക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട് അവിടെ. ഇരിക്കാനെന്നല്ല, ഇരിക്കാനും നടക്കാനും ഒക്കെ ഒത്തിരി സ്ഥലമുള്ള ഒരു റിസോർട്ടായിരുന്നു അത് കേട്ടോ. നല്ല ഒരുപാട് ഏരിയയിൽ നിൽക്കുന്ന ഒരു റിസോർട്ടായിരുന്നു.
ഇത് അവരുടെ തന്നെ പെറ്റ്സാണ് കേട്ടോ. താറാവ്, മുയൽ, പശുവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് മോള് കുറേ നേരം നിന്ന് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. ഒട്ടും ബോറടിക്കുകയില്ല. ഒരുപാട് നടക്കാനും ഇതുപോലെ കാണാനും ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ചെറിയ തട്ടുകട പോലെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. വൈകുന്നേരങ്ങളിൽ മാത്രം ഉള്ളതാണ്. പക്ഷേ ഞങ്ങൾ പൂളിലൊക്കെ കളിച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും ഇത് ക്ലോസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്നൊന്നും അറിയാൻ പറ്റിയില്ല. ചായയാണോ സ്നാക്സ് എന്തൊക്കെയാണെന്നൊന്നും അറിയാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ അവിടെ ഒരു കുക്കിംഗ് ക്ലാസ് പോലെ നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഷെഫ് തന്നെയാണ് നമുക്കൊരു ചെറിയ ക്ലാസ് പോലെ എടുക്കുന്നത്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് ഗെയിംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടേബിൾ ടെന്നീസ്, ചെസ്സ്, ക്യാരംസ്, അങ്ങനെ കുറച്ച്. പിന്നെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു ചെറിയ ജിമ്മും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസ് പോലെ അന്ന് അവിടെ ഉണ്ടായിരുന്നത് മോഹിനിയാട്ടമായിരുന്നു. അങ്ങനെ പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ കണ്ടതാണേ. ഫസ്റ്റ് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇത് മനസ്സിലായത് ഇത് മലയണ്ണാനാണെന്ന്. നമ്മുടെ നാട്ടിൽ നമ്മൾ കുഞ്ഞെണ്ണാനെയല്ലേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പം മലയണ്ണാനും മങ്കിയൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയായിരുന്നു അത്. പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ ചെക്കൗട്ട് ചെയ്യാനായിട്ട് റെഡി ആയിരുന്നു. കാരണം പുറത്ത് പോയിട്ട് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൽ ബോട്ടിങ്, പിന്നെ അതുപോലെ എന്തോ ഫോറസ്റ്റിൻ്റെ വാൻ സഫാരി അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയെങ്കിലല്ലേ, അല്ലെങ്കിൽ പുറത്ത് നല്ല ചൂട് വെയിലായിരുന്നു. അപ്പോൾ നേരത്തെ ചെക്കൗട്ട് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ റെഡിയായി.